ദ ഫോർത്ത് മാൻ, നാലാമനായ ദൈവം. ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ നടുക്ക്, തീച്ചൂളയുടെ നടുക്കിൽ കൂടെ പോകുമ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുമ്പം നമ്മൾ നിവർന്ന് നിൽക്കും. നമ്മൾ പറയും, ശരിയാ, വലിയ തീച്ചൂളയാണ്, പക്ഷെ ഞാൻ അതിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ ഞാൻ തന്നെയല്ല, ഞാൻ ഏകനായിട്ടല്ല, എൻ്റെ കൂടെ യേശുവുണ്ട്. അതിനൊരു സിമ്പിളായിട്ടുള്ള ഈ യെശയ്യായി പറയുന്നുണ്ട്, യെശയ്യാ 43 പറയുന്നുണ്ട്, തീയിൽ കൂടെ പോയാൽ നീ വെന്തു പോകില്ല. നമ്മൾ വചനങ്ങൾ അങ്ങനെ നമ്മളൊക്കെ പറയും, പക്ഷെ ഒരു പ്രയാസം വരുമ്പോൾ 43 ഇങ്ങനെയാണ്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേൽ, നിന്നെ നിർമ്മിച്ചവൻ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവമാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ആണെന്നുള്ള ആ ബോധം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ആ ദുഷ്ടാത്മശക്തികളെ അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തെ അഴിച്ചു കളയാണ്. കർത്താവിൻ്റെ ഞാൻ പറയുന്നത്, നമ്മൾ അതെങ്ങനെയാണ് പറഞ്ഞു പിടിപ്പിക്കുന്നത്, അതായത് നമ്മളെ അങ്ങേയറ്റം നമ്മൾ ഹൃദയത്തിനകത്തുനിന്ന് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാ ദിവസവും വന്ന് ആ കൂട്ടുകാരനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ നമുക്ക് ഉറപ്പുണ്ട് ആ വേദി. പക്ഷേ എന്നും കേട്ടുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമ്മൾ ആരെങ്കിലും ഉറപ്പിച്ചില്ല, നമ്മൾ വീണുപോകും. അതാണ് യേശു ഹൃദയത്തിനകത്തു നിന്നുള്ള സ്നേഹമാണ് ഇട്ട് തരുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിനകത്ത് നമ്മൾ ഉറച്ചു നിന്നില്ല എങ്കിൽ നമ്മൾ വീണുപോകും. ഇപ്പോൾ ഒരു പുതിയ സ്റ്റൈലല്ലേ, നമ്മൾ യേശുവിനെ വേണ്ടെന്ന് പറയും, പക്ഷേ യേശുവിനെ വേണ്ടെന്ന് പറഞ്ഞു വെച്ച് അത് വലിയ ഗമയായിട്ട് പറയുന്ന ഒരു കാലത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ എവിടെയോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ല. യേശു എന്ത് ചെയ്തിട്ടാണ് യേശുവിനെതിരായിട്ട് നമ്മൾ നിൽക്കുന്നത്? നമ്മളുടെ ജഡം കർത്താവ് ക്രൂശുമരണം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി അവൻ്റെ അവസാനത്തുള്ള രക്തം തന്നിട്ടും അത് മനസ്സിലാക്കാതെ വേറെ നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി നമ്മൾ യേശുവിനെ തള്ളിപ്പറയുന്ന മനുഷ്യരായി മാറുകയാണ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്ന ഈ കാലങ്ങളിൽ കർത്താവ് പറയുന്നതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവൻ നിന്നെ മീതെ കവിയത്തില്ല, നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ. നിനക്ക് മറുവിലയെ ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ഇതാ പറയുന്നത് പിന്നെ നീ എനിക്കുള്ളവനാണ്. നദിയിൽ കൂടെ പോയാൽ നദി നിൻ്റെ മേലെ കവിയത്തില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. തീ കൂടെ കടന്നുപോയ യോഹന്നാനെ നമുക്കറിയാം. തീക്കകത്തൂടെ തീ തിളച്ച് പൊങ്ങുന്ന എണ്ണയ്ക്കകത്ത് യോഹന്നാനെ പിടിച്ചിട്ടു, ഒന്നും സംഭവിച്ചില്ല, ഒരു രോമം പോലും ഒന്നും സംഭവിച്ചില്ല. ആ പടമൊക്കെ കാണണം. എല്ലപ്പോഴും എഫെസസിലൊക്കെ പോകുമ്പോൾ അവിടെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. തീക്കകത്ത് വലിയ കുട്ടകം മുകളിൽ കയറ്റി വെച്ച് അതിനകത്ത് യോഹന്നാനെ കയറ്റി വെച്ച് നിറച്ച എണ്ണ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇരുത്തി, ഒന്നും സംഭവിച്ചില്ല. വേറൊരു എക്സാമ്പിളല്ലേ ദാനിയേലിൻ്റെ ബുക്കിനകത്ത് ശദ്രക് മേശക് അബേദ്നേഗോ. നമുക്ക് ആ ഭാഗം വായിച്ച് നോക്കാം. തീയിൽ കുരുത്ത മക്കൾ. നമ്മൾ സത്യം പറയത്തില്ലേ, തീയിൽ കുരുത്ത വെയിലത്ത് വാടിപ്പോത്തില്ലെന്ന് പറയും. അത് ഭാഗം നിൽക്കുന്ന ദാനിയേലിൻ്റെ 3. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂരാ സമഭൂമിയിലെത്തി നിർത്തി. നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപതിയന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ അതോട് നിർത്താം. അപ്പം നെബൂഖദ്നേസർ രാജാവ് എന്താണ്? ബാബേൽ രാജാവാണ്. അതാണ് അദ്ദേഹം 60, ഒരു മുഴം എന്ന് പറയുന്നത്, ഒരു ക്യൂബിറ്റ് എന്ന് പറയുന്നത് ഒരു മുഴമാണ്. അതായത് നമ്മുടെ കയ്യുടെ ഇത്ര നീളം, അപ്പോൾ 1.5 അടിയാണ്. അങ്ങനെ 60 എന്ന് പറയുമ്പോൾ ഏകദേശം 90 അടി പൊക്കം, 9 അടി വീതി. ഒരു സ്റ്റാച്ചു സ്വർണത്തിലുണ്ടാക്കി വെച്ചിരിക്കുക. അവർ 90 അടി എന്ന് പറയുമ്പം 3-4 നില കെട്ടിടത്തിൻ്റെ പൊക്കത്തിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് കണ്ടാൽ ഭയം തോന്നിക്കുന്ന പോലെ. എന്നിട്ട് എന്താ പറയുന്നത്? ഇതാണ്
പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഈ നെബൂഖദ്നേസർ രാജാവ് വിചാരിക്കുന്നത് ഇതെല്ലാം എൻ്റെ മഹിമയാണെന്നാണ്. ഒരു ബിംബം എപ്പോഴും ഓർക്കണേ. നമ്മൾ ഈ ഇവിടെയൊക്കെ നമുക്കധികം കാണുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലാമെങ്കിൽ ചില റോഡുകൾ മുഴുവനും ഈ പ്രതിമകളങ്ങ് ആളുകളുടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ റോമിൽ പോയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ പോയപ്പോൾ ഐ വാസ് സർപ്രൈസ്. സ്ട്രീറ്റിൽ ഒരറ്റം തൊട്ട് മറ്റേ ചില സ്ട്രീറ്റിൽ പിന്നെ ഓരോ പഴയ ആളുകളുടെ അരിസ്റ്റോട്ടിൽ തൊട്ട് ഓരോരുത്തരുടെയും ബസ്റ്റ് അല്ലെങ്കിൽ അവരുടെ തല തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. റോഡ് സൈഡ് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ തന്നെത്താനെ ദൈവമാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയ കുഴപ്പമല്ലേ. ഇവിടെയാണ് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? നെബൂഖദ്നേസർ വിചാരിക്കുകയാണ് ഞാനാണ് ദൈവം. ഇപ്പോൾ പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. 60 മുഴം പറയുമ്പോൾ 90 അടി നീളം, 9 അടി വീതത്തിൽ ഒരു വീതിയിൽ ഉണ്ടാക്കി വെച്ച് സമഭൂമിയിൽ അതിനെ നിർത്തിയിട്ട് നെബൂഖദ്നേസർ രാജാവ് പറയുകയാണ്, ഈ ബിംബം കാഹളമൂതും അല്ലെങ്കിൽ ഒരു പിന്നെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിൻ്റെ മുമ്പാകെ നിന്നു. അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു, വംശങ്ങളും ജാതികളും ഭാഷക്കാരും നിങ്ങളോട് കൽപ്പിക്കുന്നതെന്നാൽ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും എന്ന് പ്രൊക്ലമേഷന് ഒരു ഓർഡർ പാസ്സാക്കിയാണ്. ഇവർ തമ്പുരും നാദവും പാട്ടും കേട്ട് അല്ലെങ്കിൽ ട്രംപറ്റ് കോൾ പോലെ വിളിച്ചു വരുമ്പോഴത്തേക്ക് ഇതുങ്ങളെല്ലാം കൂടെ കാഹളം വരുമ്പം മുഴുവൻ ആളുകൾ ഒരൊറ്റ ആളിനെ മാറ്റിയിട്ടില്ല. എല്ലാവരും വന്ന് ഈ വിഗ്രഹത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വണങ്ങിയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നെബൂഖദ്നേസർ രാജാവേ, നീയാണ് ദൈവം, നീ അല്ലാതെ വേറൊരു ദൈവമില്ല. അതല്ലേ അതിൻ്റെ പറയുന്നത്. എല്ലാവരും എന്നിട്ടോ ആരെങ്കിലും നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ തീച്ചൂളയിലിടുമെന്ന്. എങ്ങനെയുണ്ട് ഒരു നിയമം? നമ്മുടെ രാജ്യത്തും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരിക്കലും അങ്ങനെ സംഭവിപ്പിക്കാതെ ഇരിക്കട്ടെ. ദുഷ്ടൻ്റെ ആലോചനകൾ സങ്കീർത്തനം 54 തൊട്ട് 58 വരെയുള്ള വചനം എടുത്ത് കോട്ട് ചെയ്ത്, നിൻ്റെ വചനം സത്യം ആകയാൽ ദുഷ്ടൻ്റെ ഒരാശകളും ഒരു ചലനങ്ങളും ഒരെണ്ണം അതിൻ്റെ ഗർഭത്തിൽ വെച്ച് തന്നെ അലസിപ്പോയിട്ട് നശിക്കപ്പെട്ട ശപിക്കപ്പെട്ടത് അഴിഞ്ഞു പോകട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. സത്യദൈവത്തിനെതിരായിട്ടുള്ളത് ഒരിക്കലും മനുഷ്യൻ അവനവൻ വീണു പോകും, പക്ഷേ ബാക്കിയുള്ളവരെ കൂടെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടാകരുത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകരുത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ പറയുന്നില്ല, പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ ഒരു അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അവധിക്ക് വരുന്ന സമയത്തൊക്കെ എനിക്കറിയാവുന്ന ഒരു ഉപദേശി വീട്ടിൽ വരും. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ, രക്തസാക്ഷിയായിട്ട് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കധികം പണമൊന്നും തരരുത്, അങ്ങനെ പിന്നെ കഷ്ടം തരണം. അപ്പം ഒരു ദിവസം ഞാൻ ചോദിച്ചു, സത്യത്തിൽ അത് ആഗ്രഹിച്ചിട്ടുണ്ട് പറഞ്ഞ് സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. എനിക്കത് വല്ലാതെ ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഈ ഡിഡ്ന്റ് ഗിവ് മി എ കറക്റ്റ് ആൻസർ. പക്ഷെ ഞാൻ പറയുന്നത് ചിലർ അവരുടെ ബലഹീനത കൊണ്ടായിരിക്കും. പുള്ളിക്ക് പണത്തിനോട് ചില പ്രയാസമുള്ളതുകൊണ്ട് പുള്ളി പണത്തിനോട് ആസക്തിയുണ്ട്. പണത്തിന് വേണ്ടി ഞാൻ നിന്നെ തള്ളിക്കളയൽ. പക്ഷേ എനിക്ക് ക്രൂശ് മരണം വേണമെന്നൊക്കെ ചോദിച്ച് വാങ്ങിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഭയം വരും. അതിനുള്ള ശക്തി അദ്ദേഹം മരിച്ചുപോയി. നല്ല കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ കൃപയിൽ നിർത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരങ്ങനെ ചോദിച്ച് വാങ്ങിക്കും. പക്ഷെ കഴിവില്ലാതെ നമ്മളത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറയണം, കർത്താവ് എനിക്ക് പരീക്ഷണം തരല്ലേ, എന്നെ നിൻ്റെ കൂടാരത്തിനകത്ത് സൂക്ഷിച്ചോണേ. അതാണ് നല്ല ബുദ്ധി. ഞാനൊരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഞാൻ അന്നേരം ചോദിക്കും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നിട്ട് മറ്റുള്ളവർ കാശ് തരണമെന്ന് എന്തിനാ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം സത്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ വിശ്വസ്തയോട് നിൽക്കുമ്പം ചിലർ ചോദിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ ചോദിക്കാതിരിക്കുന്നുണ്ട്. ഏതാ നല്ലത് ശരിയെന്ന് ദൈവം നിയോഗിക്കട്ടെ. ഞാനൊന്ന് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ പരീക്ഷണമൊന്നും തരില്ലെന്ന്, എനിക്കിതൊന്നും വഹിക്കാനുള്ള കഴിവില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ
എല്ലാവരും ഈ രാജാവിൻ്റെ വിഗ്രഹത്തെ ബിംബത്തിന് മുമ്പിൽ കമന്ന് വീഴണമെന്ന് പറഞ്ഞ ഒരു ഓർഡർ പാസ്സാക്കിയപ്പോൾ 3 പേര് അവിടെ നിൽക്കുന്നവരുണ്ട്. ശദ്രക്, മേശക്, അബീനേഗിനെ എവിടെ നെബൂഖദ്നേസർ രാജാവ് യുദ്ധം കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനതയോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയുള്ള കോമളത്വരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമായ ബാലന്മാരെ കൊണ്ടുവന്നതിൽ 3 പേരുടെ പേരാണ് ശദ്രക്, മേശക്, അബീനേഗ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ വിഗ്രഹത്തിനെ, ഈ ബിംബത്തിനെ ആരാധിക്കത്തില്ല എന്ന് 3 പേര് പറയാൻ തയ്യാറായി. അത് വായിക്കണം നമ്മൾ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിനെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അവർ ചെയ്തില്ല. അപ്പോൾ എല്ലാവരും മുട്ടുമടക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, 10,000-കണക്കിന് ആൾ, ലക്ഷക്കണക്കിന് ആൾ നിൽക്കുമ്പോൾ എല്ലാവരും മുട്ടിടും, 3 പേര് മാത്രം നിവർന്ന് നിൽക്കുക. അതിനുള്ള ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുക. ബാലന്മാർ 3 പേരെയും ദൈവത്തിൻ്റെ മഹാശക്തി, ഇതൊക്കെ ഞാൻ പറയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവം ചിലരെ തിരഞ്ഞെടുത്തുമ്പം അവരുടെ മിട്ടുക്കൊണ്ടല്ല അവർ നിൽക്കുന്നത്, ദൈവം അവരെ നിയോഗിച്ചതിനാൽ അവർ നിൽക്കുന്നു എന്ന് പറയാമെങ്കിൽ എത്രയോ എളുപ്പമാണ്. ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ രാജാവ് വിളിച്ച് ചോദിക്കുന്നു, എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? നിങ്ങൾ 3 പേരും മാത്രം ഈ വിഗ്രഹം എൻ്റെ ബിംബത്തിൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് മുട്ടുമടക്കാത്തത്? രാജാവിന് മനസ്സിലാകുന്നില്ല. അവരെന്താ ഉത്തരം പറയുന്നത്? അവർ പറയുന്നത് കേൾക്കണം. കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എത്ര മഹാനമായി, എത്ര ഭംഗിയായിട്ട് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തിന് വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. അല്ല, നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവനാര്? എന്തൊരു അഹങ്കാരത്തോടെ ചോദിക്കുന്നത്. നിങ്ങളെ ഇതിനകത്ത്, നിങ്ങളെ ഈ ബിംബത്തിനെ അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിനെ നിങ്ങളെ മുട്ടുമടക്കുന്നില്ല എങ്കിൽ നിങ്ങളെ പിടിച്ച് തീയിലിടും. ഞാൻ ആ സ്ഥലം പോയി കണ്ടത്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്നത്, നിങ്ങളെ ആരാ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതെന്നൊരു ചോദ്യവും കൂടെ ചോദ്യം ചെയ്തു. പിന്നെ നെബൂഖദ്നേസറിൻ്റെ അഹങ്കാരം ഒരു സൈഡിൽ. ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞ ഉത്തരം കേൾക്കണോ? അബേദ്നെഗോ പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഞങ്ങളെ സേവിക്കും. നമ്മൾ വിളിക്കുന്ന ദൈവം വലിയവനാണ്. അവൻ വേറെ ആരെയും നമസ്കരിക്കുക. 10 കൽപ്പനയിൽ 1, 2, 3 ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതവരുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവമേ, ഈ കൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, കൊച്ചുമക്കളുടെ ഹൃദയത്തിൽ വെച്ച്, അതായത് കർത്താവിൻ്റെ വിരൽ കൊണ്ട് എഴുതി തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി അടുത്ത ദിവസം എടുക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. വലിയൊരു സ്വർണത്തിൻ്റെ വിഗ്രഹം കൊണ്ട് മുമ്പിൽ വെച്ച് ഇതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കോണം. ഇതാണ് ദൈവം, ഞാനാണ് ദൈവം എന്ന് നെബൂഖദ്നേസർ പറഞ്ഞു. എൻ്റെ കർത്താവ്, എവിടെയുള്ള എല്ലാ മനുഷ്യരും അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. എന്നാൽ 3 പിള്ളേർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, ഈ 3 പേരും രാജാവിൻ്റെ മുൻപിൽ മുട്ടുമടക്കാതെ സത്യദൈവത്തിന് വേണ്ടി നിന്നത് ഇന്നും എത്രയോ ശക്തമായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നു. ഇന്നും അത് ഓർക്കുമ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നാണ്. കർത്താവ്, ഇന്നും ഇങ്ങനെയുള്ള ആളുകളുണ്ട് കർത്താവേ. എത്രയോ എടുത്ത് മതപരിവർത്തനമാണെന്നും പറഞ്ഞ് മനുഷ്യനെ ഉപദ്രവിക്കുമ്പം സത്യദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എത്രയോ പേരെ ജീവനോടെ നിർത്തുന്നു. എത്രയോ പേരെ കൊന്നു എന്ന് പറയുന്നിടത്ത് ജീവൻ വെച്ച് അവർ കടന്നു വരുന്നു. പൗലോസിനെ എത്ര പ്രാവശ്യം വെട്ടിക്കൊന്ന് കൊല്ലാൻ ചത്തുപോയി എന്ന് പറഞ്ഞിട്ടേച്ച് പോയിട്ട് പൗലോസ് വീണ്ടും എഴുന്നേറ്റ് യേശുവിനെക്കുറിച്ച് പറയുന്നു. നിന്നെല്ലോ ഞങ്ങൾ ചരിക്കുകയും ജീവിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ദൈവം, നീ ഇല്ലാത്ത വഴിയിലേക്ക് ഞങ്ങളെ വിടരുത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുത്. പറഞ്ഞിട്ടുണ്ടല്ലോ, പരീക്ഷയിൽ അകപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിപ്പാൻ. പരീക്ഷ വരുന്നെങ്കിൽ അതിനകത്ത് നിവർന്ന് നിൽക്കാനുള്ള ബലം കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നിൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിക്കണമേ. ശത്രുവിൻ്റെ പക്ഷത്ത് ഞങ്ങളെ വിട്ട് കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. തീയിൽ കൂടെ പോയാൽ നീ വെന്തു പോകുകയില്ല എന്ന് പറയുന്ന സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി തന്നാണ്.
വെള്ളത്തിൽ കൂടെ പോയ വെള്ളം നമുക്ക് മീതെ കവിഞ്ഞു പോകുകയില്ല. വെള്ളം നിന്നെ വിഴുങ്ങിക്കളയത്തില്ല. ഇത്ര വലിയവനായൊരു ദൈവം പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ നിൽക്കുന്നതിന് നന്ദി പറയുന്നു. നമ്മുടെ തലമുറയോട് കരുണ തോന്നണമേ. യെശയ്യാ 59:21, ഞാൻ നിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന എൻ്റെ വചനം ദൈവം ഇട്ട വചനമല്ല, നിൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മാവ് നിൻ്റെ വായിൽ നിൻ്റെ സന്തതിയുടെ വായിൽ ഒരു നാളും മാഞ്ഞു പോകത്തില്ല എന്നുള്ള സത്യം അപ്പച്ചൻ സീൽ ചെയ്ത് തരുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.